ഫോളിക് ആസിഡ് ശരിക്കും പ്രഗ്നൻസിയിൽ ആവശ്യമാണോ? ഗർഭധാരണത്തിനും ഗർഭകാല പരിചരണത്തിനും ഫോളിക് ആസിഡിന്റെ പ്രാധാന്യമെന്ത്? ഫോളിക് ആസിഡ് എന്നത് വൈറ്റമിൻ B9 സിന്തറ്റിക് രൂപമാണ്. കോശങ്ങളുടെ പ്രവർത്തനം, DNA ഉൽപാദനം, അമിനോ ആസിഡ് മെറ്റബോളിസം എന്നിവയ്ക്കെല്ലാം ഫോളിക് ആസിഡ് അത്യാവശ്യമാണ്. ഗർഭം തുടങ്ങി ആദ്യ ആഴ്ചകളിൽ തന്നെ കുഞ്ഞിന്റെ തലച്ചോറും നട്ടെല്ലിനകത്തെ സ്പൈനൽ കോഡും രൂപപ്പെടുന്നു. അതായത് ഇത് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ ഫോളിക് ആസിഡ് കഴിക്കാൻ തുടങ്ങുക. ഫോളിക് ആസിഡ് എപ്പോൾ മുതൽ കഴിക്കണം? കൺസെപ്ഷൻ പ്ലാൻ ചെയ്യുന്നതിന് 3 മാസം മുൻപ് മുതൽ പ്രഗ്നൻസിയുടെ ആദ്യ 3 മാസം, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ മുഴുവനും ഫോളിക് ആസിഡ് കഴിക്കണം. ദിവസവും 400 മൈക്രോഗ്രാം ആണ് ഫോളിക് ആസിഡ് കഴിക്കേണ്ടത്. ചില പ്രത്യേക ആളുകൾക്ക് പ്രത്യേക ഡോസ് ആയിരിക്കും, അത് നിങ്ങളുടെ ഡോക്ടർ തീരുമാനിക്കും. ഈ ഫോളിക് ആസിഡ് നമ്മുടെ ശരീരത്തിന് സൂക്ഷിച്ചു വെക്കാൻ കഴിയാത്ത വൈറ്റമിൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡോസ് മറക്കാതെ ദിവസവും എടുക്കുക. ഇനി ഫോളിക് ആസിഡ് എന്തെല്ലാം ഭക്ഷണത്തിലൂടെ ലഭിക്കും? ചീര, കാബേജ്, കോളിഫ്ലവർ, മുട്ടയുടെ മഞ്ഞ, തൊലിയോട് കൂടിയ ഉരുളക്കിഴങ്ങ്, പയറുവർഗ്ഗങ്ങൾ, ഗ്രീൻ പീസ്, ഓറഞ്ച്, സൺഫ്ലവർ സീഡ്സ് എന്നിവയിലെല്ലാം ചെറിയ തോതിൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിക്കുന്നതിനോടൊപ്പം ഈ പറഞ്ഞ സാധനങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. എന്നാൽ ഈ പറഞ്ഞ ഭക്ഷണത്തിലൂടെ മാത്രം ഈ 400 മൈക്രോഗ്രാം ശരീരത്തിലേക്ക് എത്തുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ദിവസവും ടാബ്ലറ്റിനോടൊപ്പം ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുക. ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ഫോളിക് ആസിഡിന്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ സഹായിക്കും. എന്തൊക്കെയാണ് ഈ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ? പഴവർഗ്ഗങ്ങളിൽ നെല്ലിക്ക, പേരയ്ക്ക, ഓറഞ്ച്, മുസമ്പി, കിവി, പൈനാപ്പിൾ, സ്ട്രോബെറി, പപ്പായ, മാങ്ങ എന്നിവയൊക്കെ വൈറ്റമിൻ സി അടങ്ങിയതാണ്. ഇനി പച്ചക്കറികളിൽ ക്യാപ്സിക്കം, പച്ചമുളക്, ബ്രോക്കോളി, മുരിങ്ങയില. ഗർഭിണികളിൽ ഫോളിക് ആസിഡിന്റെ കുറവ് മൂലം എന്തുണ്ടാകാം? ഗർഭിണികളിലെ ഫോളിക് ആസിഡിന്റെ കുറവ് ഗർഭിണിക്കും അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിനും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കും. പ്രധാനപ്പെട്ടവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ്, തലയോട്ടിയുടെയും തലച്ചോറിന്റെയും അതുപോലെ തന്നെ നട്ടെല്ലിന്റെയും സുഷുമ്നാ നാഡിയുടെയും അബ്നോർമാലിറ്റി, മിസ്കാരേജ് അല്ലെങ്കിൽ അബോർഷൻ, സ്റ്റിൽ ബർത്ത്, ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ടാകുന്ന അവസ്ഥ, ജനറ്റിക് അബ്നോർമാലിറ്റീസ്, കോശങ്ങളുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഫോളിക് ആസിഡിന്റെ കുറവ് മൂലം ജീനുകളുടെ ശരിയായ പ്രവർത്തനം തടസ്സപ്പെടുന്നത്, അനീമിയ അല്ലെങ്കിൽ വിളർച്ച. ഫോളിക് ആസിഡ് ഒരു ചില്ലറക്കാരനല്ല. ഗർഭിണിയാകാൻ പ്ലാൻ ചെയ്യുന്നവർ 3 മാസം മുൻപ് മുതൽ ഗർഭകാലത്തിന്റെ ആദ്യ 3 മാസം മുഴുവനും നിർബന്ധമായും ഫോളിക് ആസിഡ് ഗുളികകൾ കഴിക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.